നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം. ഞാൻ ബിലീവേഴ്സ് NCH മെഡ് സിറ്റിയുടെ മെഡിക്കൽ ഡയറക്ടറും ആസ് വെൽ ആസ് ദ അനസ്തേസിയ ഡിപ്പാർട്ട്മെൻറ്റ് HOD കൂടിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നൊരു ടോപ്പിക്ക് സ്ട്രോക്ക്, അതായത് പക്ഷാഘാതം. ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് എടുത്തതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൃത്യമായിട്ടൊരു അവയർനെസ് കൊടുക്കാമെന്ന്. ഈ അവയർനെസ്സും അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റും കറക്റ്റ് ടൈമിങ്ങും ചെയ്താൽ ഇതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷൻസും ഡെത്ത് അടക്കം നമുക്ക് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. ഇത് ഇതിൻ്റെ വേറെ പ്രത്യേകത, ഈ കഴിഞ്ഞ ബുധനാഴ്ച October 29 ആണ് വേൾഡ് സ്ട്രോക്ക് ഡേ. ഇത് രണ്ടും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷൻ, ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ജനങ്ങളിലേക്ക് അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം തന്നെ. ഈ സ്ട്രോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് ഇസ്കേമിക് സ്ട്രോക്ക്, ആകെയുള്ളതിൻ്റെ 87% ഇസ്കേമിക് സ്ട്രോക്കാണ്. അത് രണ്ടാമത്തെ വരുന്നത് ഹെമറാജിക് സ്ട്രോക്ക്. ഇതിൽ ഈ ഇസ്കേമിക് സ്ട്രോക്കിനുള്ള ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, അത് നമ്മുടെ ആർട്ടറിയിൽ, ബ്രെയിനിലേക്ക് പോകുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള ആർട്ടറിയിൽ ഏതെങ്കിലും ഒന്ന് അവിടെ നമ്മുടെ കൊളസ്ട്രോള് അതല്ലെങ്കിൽ ലിപ്പിഡ് അവിടെ കൂടിയിട്ട് അത് ബ്ലോക്ക് ചെയ്ത്, ചിലപ്പോൾ അത് മൈഗ്രേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്യുകയോ കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ബ്ലോക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയും. ബ്ലഡ് സപ്ലൈ കുറഞ്ഞാൽ ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഓക്സിജൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അനോക്സിയാവും, ആ ബ്രെയിനിലെ സെല്ലുകൾ ഡൈ ചെയ്യും. ഇത് നമ്മുടെ സാധാരണ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളുടെ ബ്രെയിനിൽ ഏകദേശം 8 to 9 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്, ഈ നെർവ് സെല്ലുകൾ. അതിൽ ഓരോ നിമിഷവും 1 to 2 മില്യൺ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് റീജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് ഇമ്മീഡിയറ്റായിട്ട് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിന് ഒരു പെർമനൻറ്റ് ഡാമേജ് വരുമ്പോഴാണ് ഈ സ്ട്രോക്കിൻ്റെ പ്രത്യാഘാതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ട്രാൻസിയൻറ്റ് ഇസ്കേമിക് ആൻജിന എന്ന് പറയുന്നത്, അതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രെഡ്രോമൽ സിൻഡ്രോം തരുന്നതാണ്. ഈ സ്ട്രോക്ക് വരുന്നതിനെക്കാട്ടി മുമ്പായിട്ട് നമുക്കൊരു സൈൻ തരുന്നതാണ്. പെട്ടെന്ന് കണ്ണ് കാണാൻ പറ്റാതിരിക്കുക, സംസാരിക്കാൻ പറ്റാതിരിക്കുക, പെട്ടെന്ന് വേച്ചു പോവുക, നടക്കാനുള്ള പ്രയാസം, നമ്മുടെ കൈക്ക് ബലമില്ലാതിരിക്കുക. പക്ഷെ അത് കഴിഞ്ഞിട്ട് few seconds to few minutes അത്ര നിൽക്കത്തുള്ളൂ. പക്ഷെ അത് 1-2 പ്രാവശ്യം നമുക്ക് ഇടവിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരുന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഏറ്റവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിൻ്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിനെ കാണുക, അത് ചെയ്യുക എന്നുള്ളതാണ് ഇതായിട്ടൊക്കെ. ഇനി ഈ സ്ട്രോക്ക് വരാനുള്ള കുറേ കാരണങ്ങളുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും ഓരോ മൂലകാരണങ്ങളുണ്ട്. ഇവിടെ വരുന്നത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, അത് ബ്ലഡ് പ്രഷർ ഒത്തിരി കൂടാം, കൺട്രോൾഡ് ആകാതിരിക്കുക. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസ്, അതായത് DM-ൻ്റെ type 1 type 2 ആണ്. അതായത് മെഡിക്കേഷൻ ഒത്തിരി കൂടിയിരിക്കുക. ഹൈപ്പർ ലിപ്പിഡേമിയ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒത്തിരി കൂടിയിരിക്കുക. സെഡൻറ്ററി ലൈഫ്, ഒട്ടും തന്നെ ആക്ടിവിറ്റി ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടായിരിക്കുക. എക്സസൈസ് ഒട്ടും ചെയ്യാതിരിക്കുക. പൊണ്ണത്തടി, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് കൂടുതൽ ഇതുണ്ടാകാനുള്ള സാധ്യതകൾ. പിന്നെ ഏജ് ഒരു ഫാക്ടറാണ്. ഏജ് എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് എബവ് 60, ഒരു 70% സ്ട്രോക്ക് വരുന്നത് എബവ് 60 ഉള്ള ആളുകളിലാണ്. അതിൽ കൂടുതൽ ഫീമെയിൽസിനാണ്. മെയിൽസിനെക്കാട്ടിയും കൂടുതൽ വരാനുള്ള സാധ്യത സ്ത്രീകൾക്കാണ്. കാരണം അവരുടെ ലോങ് ലിവിറ്റിയാണ്, അവരുടെ ഏജ് ഇത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു കാരണം. പക്ഷേ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അത് ലൈഫ് മോഡിഫിക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ ടെൻഷന് കൃത്യമായിട്ട് മെഡിക്കേഷൻ എടുക്കാം. ആ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾഡായിരിക്കുക, സോൾട്ട് കുറയ്ക്കാം, ഷുഗറിൻ്റെ വളരെ അതായിട്ട് മെഡിക്കേഷൻ, അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ മെഡിക്കേഷൻ എടുത്ത് ഷുഗർ കുറയ്ക്കുക, കൺട്രോൾഡ് ആക്കുക. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളും ഹൈപ്പർ ലിപ്പിഡേമിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുറയ്ക്കാം. റെഗുലർ എക്സസൈസ് ചെയ്യാം. അത് ഒത്തിരി നമ്മൾ വിഗറസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല, റെഗുലറായിട്ടുള്ള. സാധാരണ ഇവർ പറയുന്നത് ഒരു 20 to 30 minutes ബ്രിസ്ക് വാക്കിംഗ് തന്നെ മതി. അങ്ങനെയുള്ള മിനിമൽ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. 3 to 5 days in a week. ആൽക്കഹോളിൻ്റെ അബ്യൂസ് കുറയ്ക്കുക. ആൽക്കഹോൾ മിനിമൽ ആൽക്കഹോൾ കുടിക്കുന്നതിന് വലിയ പ്രശ്നം പറയുന്നില്ല, പക്ഷേ അബ്യൂസ് ഓഫ് ആൽക്കഹോൾ ഒഴിവാക്കുക. സ്മോക്കിംഗ് വേറൊരു വില്ലനാണ്. സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി കുറയ്ക്കുക. ടെൻഷൻ കുറയ്ക്കുക.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ട്രോക്കിൻ്റെ അല്ലെങ്കിൽ ഈ പക്ഷാഘാതം എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതിന് വേറൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മിത്ത് നമുക്കുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ്. അതായത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രീറ്റബിളാണ് ഒന്ന്, പ്രിവെൻറ്റബിളാണ്. പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പ്രിവെൻറ്റബിളാണ്. രണ്ട്, ഈ മൂന്നാമത് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ഈ അവയർനെസ് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് എയർലി ഏജ് ഒടുങ്ങിയിട്ട് വേണം. ഞാൻ പറയുന്നത് വെച്ചാൽ ഒന്ന് പറയുക വെച്ചാൽ ആ എയർലി ഏജ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈമറി സ്കൂൾ തുടങ്ങിയിട്ട് ഹൈസ്കൂൾ തുടങ്ങി അവിടെ നിന്ന് അങ്ങനെ കോളേജ് ലെവലിലും കമ്മ്യൂണിറ്റി ലെവലിലും ആളുകൾക്ക് അതിനുള്ള അവയർനെസ് കൊടുക്കുക, എങ്ങനെ തിരിച്ചറിയാം, എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ വേറെ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. FAST, ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എഫിന് ഫേസാണ്. നമ്മുടെ ഈ സ്ട്രോക്ക് വരുന്ന ഒരാൾക്ക് ആദ്യം സംഭവിക്കുന്ന നമ്മുടെ മുഖം പയ്യെ ഒന്ന് കോടിപ്പോകും, ഒരു സൈഡിലേക്ക് ചുണ്ട് പയ്യായിട്ട് കോടിപ്പോകും. അപ്പോൾ കൈ, ഈ രണ്ട് കൈയും നമുക്ക് സംശയം തോന്നുന്ന പേഷ്യൻറ്റിനോട് ഈ രണ്ട് കൈയും ഒന്നിങ്ങനെ പിടിക്കാൻ പറയാം. ഒരു കൈ ഒരു 5 സെക്കൻഡ് പോലും ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കൈ എവിടെയാണോ നമുക്ക് ആ സ്ട്രോക്ക് വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള കൈ താഴെ പോകും. അപ്പോൾ FA1 സ്പീച്ച്, അവരോട് തീരെ ഇതായിട്ടുള്ളല്ല ഒത്തിരി ഇതുള്ള ഏതെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ പറയാം. ഫോർ എക്സാമ്പിൾ മാളെന്നല്ല പറയേണ്ടത്, അതിനെക്കാട്ടിയതായിട്ട് അഷ്ടമിച്ചറ. അപ്പോൾ അവർക്ക് പറയാൻ മീച്ചറം, അത് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ട്രിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഒരു വലിയൊരു സൈനാണ്. അപ്പോൾ FAS കഴിഞ്ഞു. ഒന്ന് സ്മൈൽ ചെയ്യാൻ പറയാം. അപ്പോൾ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് സൈഡിലേക്ക് കൂടിപ്പോകും. ഈ 4 സൈൻ നമുക്കുണ്ട് FAS. ഇനി നാലാമത്തെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ടൈം. T ഫോർ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഐഡൻറ്റിഫൈ, ഈ 3 എണ്ണത്തിൽ 2 എങ്കിലും പോസിറ്റീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ട്രോക്ക് സെൻറ്ററിലേക്ക് നമ്മൾ ആ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് 3 മണിക്കൂറാണ് പറയുന്നത്. ഏറ്റവും ഗോൾഡൻ ടൈം വിത്തിൻ 3 അവർ, മാക്സിമം 4.5 അവർ. ഈ സമയത്തിനുള്ളിൽ ഒരു സ്ട്രോക്ക് സെൻറ്ററിലേക്ക്, അതായത് അവിടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വേണം, അതിനുള്ള മെഡിക്കേഷൻസ് വേണം. TP ആണ് സാറിന് കൊടുക്കുന്നത്. അതിനുള്ള മെഡിക്കേഷൻസ് വേണം. ഒരു CT സ്കാൻ, പറ്റുമെങ്കിൽ MRI വേണം. ഒരു ന്യൂറോ ഫിസിഷ്യൻ വേണം. അങ്ങനെയുള്ള ആ ടീം എല്ലാം കൂടിയുള്ള ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. കാരണം നമ്മൾ ഇങ്ങനെ സംശയം വന്ന് ഏതെങ്കിലും ചെറിയ സെൻറ്ററിലേക്കോ ചെറിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക നമ്മുടെ പ്രീഷ്യസ് ആയിട്ടുള്ള ആ സമയം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% പ്രിവെൻറ്റ് ചെയ്യാവുന്ന ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ് അതായിട്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡെത്ത് മാത്രമല്ല, ഡിസബിലിറ്റി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം സാധാരണ ഈ സ്ട്രോക്ക് വന്ന് നമ്മൾ കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒന്നില്ലെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ ഫുൾ പാരലൈസ്ഡ്, ആ ജീവിതം മുഴുവൻ പാരലൈസ് ചെയ്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് സാറിന് കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ TP കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ അതിലൊറ്റ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡോസ് ഉണ്ട്, അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ഒരു 90% ആ ടൈമിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതാണ് ഇസ്കേമിക് സ്ട്രോക്ക്. ഈ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ഒരു 13-14% ഞാൻ പറഞ്ഞു, അത് ഇസ്കേമിക് സ്ട്രോക്ക്. മറ്റേതിൻ്റെ ഹെമറോജിക് സ്ട്രോക്ക്. ഈ ഹെമറോജിക് സ്ട്രോക്ക് വരുന്നത് സാധാരണ ചെറുപ്പക്കാർക്കാണ്. ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ഒരു 30 to 45 അല്ലെങ്കിൽ 50 അവർക്കാണ്. അവർക്ക് വളരെ സാധാരണ നിലയ്ക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരിക്കും. റെഗുലറായിട്ട് തലവേദന കാണും. എന്തെങ്കിലും ചെറിയ മെഡിക്കേഷൻ എടുത്താൽ തലവേദന കുറയ്ക്കും. ഉറക്കില്ലായ്മ, ടെൻഷൻ, ഇങ്ങനെയൊക്കെ അവർക്ക് കാണാം. പക്ഷെ ഒരു സമയത്ത് പെട്ടെന്ന് അവർക്കെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത രൂപത്തിലുള്ള ഒരു അതുപോലെ തല പൊട്ടിത്തെറിക്കുന്നൊരു വേദനയായിരിക്കും. അതിനാണ് അവസാനം സംഭവിക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും ഈ ഇതിൻ്റെ ഉള്ള ആർട്ടറിയിലുള്ള ഏതെങ്കിലും ചെറിയ ഒരു വെയിനുള്ള അല്ലെങ്കിൽ ആർട്ടറികൾ അത് റപ്ചർ ചെയ്തിട്ട് ഈ ബ്ലഡ് ബ്രെയിനിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ബ്രെയിൻ്റെ ആ സൈഡിലേക്ക് മുഴുവൻ നിറയുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും പെട്ടെന്ന് പോയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്, അതിൻ്റെ സെൻറ്റർ വ്യത്യാസമുണ്ട്. ദെൻ യു നീഡ് എ വാസ്കുലർ സർജൻ, ഒരു ബ്രെയിൻ സർജൻ. അതല്ലെങ്കിൽ റേഡിയോ, ഇപ്പോൾ ഇൻ്റർനാഷണൽ റേഡിയോളജിയാണ് അതൊക്കെ ചെയ്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ അത് ചെയ്തിട്ട് നമുക്കത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. അവർ ചെയ്യുന്ന ഒരു ക്ലിപ്പിംഗ് ആണ്. ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. ഒരു ക്ലിപ്പിംഗ് നമ്മുടെ ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ നമ്മുടെ ഏതെങ്കിലും ഒരു ആർട്ടറിൻ്റെ ഇത് കൂടെ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫെമറൽ അല്ലെങ്കിൽ ഇതിൽ കൂടെ വിട്ട് കഴിഞ്ഞിട്ട് അത് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിക്കവറി, വളരെ ഫാസ്റ്റ് ആൻഡ് വെരി എക്സലൻറ്റ് റിക്കവറി കിട്ടുന്ന ഒരു ഇതാണ് അതിൻ്റെ. പിന്നെ നമ്മുടെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ആൻഡ് മില്യൺസ് അത്രയും ഇതാണ് ഇതിൻ്റെ ഒരു വർഷം പറയുന്നത്. ഏകദേശം 1 മില്യൺ അമേരിക്കൻസാണ് ഒരു കൊല്ലം ഈ സ്ട്രോക്ക് കൊണ്ട് കഷ്ടപ്പെടുന്നു പറയുന്നത്. അതിൽ ഒരു 30% മരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 10 പേഷ്യൻറ്റിന് നമ്മൾ കാണുകയാണെങ്കിൽ
ഈ 10 പേഷ്യൻറ്റിൽ 3 പേഷ്യൻ്റ് വിത്തിൻ എ വെരി ഷോർട്ട് ടൈം, വിത്തിൻ സെയിം ഡേ ഓർ വിത്തിൻ എ ഫ്യൂ ഡേയ്സ് മരിക്കും. 4 പേര് ഐദർ ഫുള്ളി റിക്കവർ ഓർ പാർഷ്യലി നല്ലൊരു റിക്കവർ ചെയ്യും. അനദർ 3% ജീവിതകാലം മുഴുവൻ പാരലൈസ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ പാർഷ്യലി ഓർ ഫുള്ളി പാരലൈസ്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിവെൻഷൻ എങ്ങനെ ചെയ്ത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല നമ്മൾ ആളുകളിലേക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏർലി ഏർലി ഏജ് ഒടുങ്ങിയിട്ട് കൊടുക്കണം. പക്ഷേ ഇത് രണ്ടും ഇതാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞ ഈ ഫാസ്റ്റ് എന്ന് പറഞ്ഞ കൃത്യമായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്ത്, കൃത്യമായിട്ട് അത് അറിഞ്ഞ്, കൃത്യമായിട്ട് എത്തേണ്ട ഹോസ്പിറ്റൽ സെൻറ്ററിലേക്ക് എത്തിച്ച് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ 90% അതിൻ്റെ റിക്കവറിയും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇത് വരുന്നതായിട്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ വെച്ചാൽ ഒരുപാട് നിങ്ങൾക്ക് ഏത് പറഞ്ഞ ഒരു ജീവിതം മുഴുവൻ പാരലൈസ് ചെയ്തൊരു ജീവിതം മുഴുവൻ കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് സംതിങ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി അവോയ്ഡബിൾ ആയിട്ടുള്ള, പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന, ജീവിതം മുഴുവൻ പാരലൈസ് ചെയ്ത് കിടക്കാൻ അങ്ങേയറ്റം അല്ലെങ്കിൽ മരിച്ചു പോകുന്ന ഒരു അസുഖമാണ്. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നമ്മൾ 10 പേഷ്യൻറ്റിനെ കാണുകയാണെങ്കിൽ 3 പേഷ്യൻ്റ് വിത്തിൻ എ വെരി ഷോർട്ട് ടൈം, ഐദർ ദ സെയിം ഡേ ഓർ വിത്തിൻ എ ഫ്യൂ ഡേയ്സ് മരിച്ചു പോകും. അനദർ 4, അതിൻ്റെ ഒരു 40% ഫുള്ളി ഓർ മെജോറിറ്റി പാർഷ്യലി റിക്കവർ ചെയ്യും. മൂന്നാമത്തെ ആ 3 പേര് 30% അവർ ജീവിതകാലം മുഴുവൻ പാരലൈസ് ചെയ്ത് പാർഷ്യലി ഓർ ഫുള്ളി പാരലൈസ് ചെയ്ത് കിടക്കും. ഇത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇത് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ നമുക്കുള്ള അവയർനെസ് നമുക്ക് കിട്ടിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സിംറ്റംസ് നമ്മൾ മനസ്സിലാക്കി, ഇത് സ്ട്രോക്കാണ്, പക്ഷാഘാതമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തേണ്ട സെൻറ്ററുകളിൽ നമ്മൾ എത്തിച്ചിട്ട് ഇമ്മീഡിയറ്റ് കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, നമുക്കത് അവോയ്ഡ് ചെയ്യാം. ഒത്തിരി ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, സാധാരണ മിക്കവാറും വെസ്റ്റേൺ കൺട്രികളിൽ ഇൻക്ലൂഡിങ് അമേരിക്ക, കാനഡ, യൂറോപ്പ് മുഴുവൻ അവിടെ 911 നമ്പറാണ്. ഇങ്ങനെ എന്ത് ആർക്കും സംശയം വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിക്കുന്ന ഒരു ആംബുലൻസ് നമ്പറാണ്. നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് 112 ആണ്. ഇതെല്ലാവരും ഓർത്തിരിക്കും. എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു കോൾ 112. അത് കഴിഞ്ഞാൽ അവർ എല്ലാ സജ്ജീകരണം കൂടി അവർ വന്ന് എത്തേണ്ട സ്ഥലം അവർക്കറിയാം, എവിടേക്ക് എത്തിക്കണം, എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള ചിന്തകളൊന്നും ഇല്ലാതെ പൈസയുടെ കാര്യങ്ങൾക്കോ എങ്ങനെ വരുന്നത് നോക്കാതെ അത് പോവുക, വേണ്ട പോലെ അത് ചെയ്യുക. എല്ലാം നന്നായിട്ട് വരട്ടെ, നല്ലൊരു തുടർന്ന് വരട്ടെ.